വൈകുന്നേര സമയത്ത് ഒരു ചായയൊക്കെ കുടിച്ച് കാറ്റൊക്കെ കൊണ്ട് പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതൊരു കിടിലൻ ലൊക്കേഷനാണ്. തിരുവനന്തപുരം ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ സ്വന്തം വെള്ളായണിയാണ്. വെള്ളായണി കായലിൻ്റെ ഓരത്ത് നിന്നാണ് ഇന്ന് ഞാനൊരു വാഹനം പരിചയപ്പെടുത്താൻ വന്നത്. അപ്പോൾ ഈ സ്ഥലം ഒന്നുകൂടെ പറഞ്ഞത് നമ്മുടെ വെള്ളായണിൻ്റെ അടുത്ത് വവ്വാമൂലയാണ് ഈ സ്ഥലം. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ രണ്ട് കായലിന് കുറുകെ ഒരു റോഡ് വരുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കി, റോഡിൻ്റെ രണ്ട് സൈഡിലും കായലാണ്. ഈ ലൊക്കേഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ സൈഡിലുള്ള കായലിൽ കുറച്ച് പുല്ല് പായലുകളൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. എന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറിയാണ് ഇവിടെ. നമുക്ക് ദൂരെ വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് നോക്കി ഇവിടെ ഒരു ചെറിയ മുളയും ഒക്കെ നല്ല പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ നിന്ന്. ഇവിടുത്തെ ലൊക്കേഷനും സീനറിയും കാര്യങ്ങളൊക്കെ. ഞാനിവിടെ ഒരു വാഹനം പരിചയപ്പെടുത്താൻ വന്നതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ ഞാനങ്ങ് നിന്നുപോയി. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് കാണിച്ചതിന് ശേഷം വാഹനം പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ നമുക്കൊന്ന് വാഹനം പരിചയപ്പെട്ടാലോ? അപ്പോൾ നമുക്ക് പരിചയപ്പെടുത്താനുള്ള വാഹനം ഇതാ കിടപ്പുണ്ട്. ഇത് 2018 മോഡല് ഡീസലാണ്. ഡീസൽ എക്സെന്റ് ആണ് വാഹനം. ഇത് ഫ്രണ്ടിൽ നിന്ന് കണ്ടാൽ നമുക്ക് ഗ്രാൻഡ് ആയിട്ടാണെന്ന് തോന്നുമെങ്കിലും ചെറിയ ഡിക്കി വരുന്ന എക്സെന്റ് മോഡലാണ്. 2018 രജിസ്റ്റർ ചെയ്യുന്ന വാഹനം. നിലവിൽ 3rd ഓണർഷിപ്പാണ്. ഡീസലിൽ വരുന്നു. 72,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത്. ബോഡി ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ടയറൊക്കെ ഇപ്പോൾ 74% ഉണ്ട്. ഈ വാഹനത്തിന് എടുത്തു പറയേണ്ട കാര്യം ഈ വാഹനത്തിന് മൈലേജ് ആണ്. 20 കിലോമീറ്ററിന് പുറത്ത് ഈ വാഹനത്തിന് മൈലേജ് ലഭിക്കും എന്നുള്ളത് ഉച്ചട്ടായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡിക്കി ബൂട്ടൊക്കെ വരുന്നത്. ഞാൻ ബൂട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരിത് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. നമുക്കിതിൻ്റെ ഇന്റീരിയർ നോക്കാം. ഇന്റീരിയറിൽ AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡീഷണൽ ലെതർ സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബേസ് മോഡൽ വാഹനമാണ്. 2 ഡോർ പവർ വിൻഡോ ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ബാക്ക് സീറ്റിൽ നോക്കിയാലും ലെതർ സീറ്റൊക്കെ ചെയ്ത് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് തന്നെയുണ്ട്. ഒരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീസൽ വേരിയന്റ് വരുന്ന ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയോ വെറും 3,65,000 രൂപ കൊടുക്കാം. വളരെ കുറഞ്ഞ വിലയാണ്. 2018 മോഡല് മാരുതിയുടെ വാഹനം വാങ്ങണ പോലെ ഇത്രയും വിലയ്ക്കൊന്നും കിട്ടത്തോലുമില്ല. അപ്പോൾ ഇത് ഇത്രയും നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള വാഹനം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഏകദേശം 20 കിലോമീറ്റർ പുറത്ത് മൈലേജ് ലഭിക്കുന്ന വാഹനമാണ്. ഈ വാഹനത്തിൽ നമുക്ക് ഫിനാൻസ് സൗകര്യം അറേഞ്ച് കൊടുക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് തന്നെ സ്വന്തമാക്കാം. ഈ വാഹനത്തെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.